ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെട്ടിനാട് ചിക്കൻ റോസ്റ്റ് ആട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ആട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ബ്രൗൺ ആണ്. പിന്നെ അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയും ആട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് മുറിച്ചേക്കുന്നത്. ആദ്യമേ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ അതിൻ്റെ അകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാട്ടോ അത്, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പരട്ടി വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിനിമം അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണതാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മളതിലേക്ക് മസാലകളൊക്കെ ചിക്കനിൽ കയറി പിടിക്കും. ഇനി ഇതിനൊരു മസാല ഉണ്ടാക്കണം. നമ്മൾ ചെട്ടിനാട് മസാല ഉണ്ടല്ലോ, മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു വലിയ പീസ് കറുവപ്പട്ട, 5 ഏലക്ക, 2 തക്കോലം, 8 ഗ്രാമ്പൂ, 2 ബേ ലീഫ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ജീരകം, 6 വറ്റൽമുളക്, 1/2 കപ്പ് തേങ്ങ, 12 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ചെറിയ ഉള്ളി 15 എണ്ണം, ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. 4 പച്ചമുളക് നെടുകെ കീറിയത്, നല്ല പഴുത്ത തക്കാളി നല്ല വലുത് ചെറുതായിട്ട് അരിഞ്ഞത്, സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ. നമുക്കിനി ചെട്ടിനാട് മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ശരിക്കും ചെട്ടിനാട് കറി ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലിൻ്റെ അകത്തല്ല കേട്ടോ, നല്ലെണ്ണയ്ക്കകത്താണ്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്പൈസസും എൻ്റെ അകത്തേക്ക് ചേർക്കാം. മസാലകളെല്ലാം ആദ്യം ഒന്ന് വറുത്ത് കോരണം ആദ്യമേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വറ്റൽമുളകും മല്ലിയും മാത്രം ചേർത്തിട്ടില്ല. അപ്പോൾ ഈ മസാല ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് ആ സ്പൈസൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ എണ്ണ അവിടെ വെച്ചേക്കുക. ഇതിലേക്ക് തേങ്ങ ചേർക്കാം, മുളക്, മല്ലി. ഇനി ഇത് നല്ല മൂക്കെ വറക്കണം കേട്ടോ, നല്ല ബ്രൗൺ കളർ. മറ്റേ ചെട്ടിനാട് ചിക്കൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ബ്രൗൺ ആണ്. അപ്പോൾ അതുവരെ നമ്മൾ ഈ തേങ്ങ നന്നായിട്ട് മൊരിച്ച് വറുത്തെടുക്കണം. പിന്നെ അതുപോലെ ചെട്ടിനാട് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പൈസിയുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുരുമുളകും വറ്റൽമുളകും പച്ചമുളകൊക്കെ ചേർത്തേക്കുന്നത്. നമുക്ക് അത്രയും സ്പൈസി ആക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതനുസരിച്ചിട്ട് നമുക്ക് മുളകിൻ്റെയും കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായി. ഇനി നമുക്ക് സ്റ്റൗവും കൂടെ ഓഫ് ചെയ്യാം. ഇരുമ്പ് ചീഞ്ചട്ടി ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് ബാക്കിയും കൂടെ നന്നായിട്ടൊന്ന് മൂത്തോളും. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ആദ്യം ഒരു കടായി ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. നമ്മളതിന് ഇടിച്ച മുളക്, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വരും. തക്കാളി ഇപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് തന്നെ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. ചെറിയ തീയിലിടുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ വേണം ചിക്കൻ വെന്ത് വരാനായിട്ട്. എക്സ്ട്രാ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. ഇത് അടച്ചു വെക്കണതാണ്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെട്ടിനാട് മസാല മാത്രം ചേർത്തിട്ടില്ല, ബാക്കി എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചെട്ടിനാട് മസാല നമ്മൾ വറുത്ത് വെച്ചല്ലോ, അത് ഞാനിവിടെ നല്ലതായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്, വെള്ളമൊന്നും ചേർക്കാതെ. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് വെന്ത് ഒരു 1/4 ഭാഗമാകുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ മസാല ചേർക്കേണ്ടത്. ഇത് ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആയിരിക്കണം കേട്ടോ. എത്രയും കുറയ്ക്കാവോ അത്രയും കുറച്ച് വെക്കുക. എന്നാൽ മാത്രമേ ചിക്കനിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരത്തുള്ളൂ. കുറച്ച് സമയമായിട്ടുണ്ട്, എന്തായി നോക്കാം.
ഇതാ നമ്മൾ ചിക്കൻ്റെ അകത്ത് വെള്ളമൊന്നും ഒട്ടും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഇങ്ങനെ കിടന്ന് വേകുന്ന കേട്ടോ ഈ കറിക്ക് ടേസ്റ്റ്. അതിപ്പോൾ ഈ കറി എന്നല്ല, എന്ത് ചിക്കൻ കറി ആണെങ്കിലും ശരി, നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് വീണ്ടും അടച്ചു വെക്കണേണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ചിക്കൻ ഇപ്പോൾ വെന്ത് പകുതി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെട്ടിനാട് മസാല നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, വെള്ളയില്ലാണ്ടാണ് പൊടിച്ച് വെച്ചേക്കണം, അത് ഈ ചിക്കനിലേക്ക് ചേർക്കാം. ഇത് അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് വേണം കേട്ടോ അരയ്ക്കാനായിട്ട്. ഇനി ഈ മസാല ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചിക്കനിൽ പെരണ്ട് വരുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. കണക്കെ ഇത് കാണാനും ഇപ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ലൊരു ഫ്ലേവർ ആട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നത്. ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ വേവിക്കാം. ഞാൻ മസാല നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ചെട്ടിനാട് മസാല ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. ഞാനിത് വീണ്ടും ഒന്ന് അടച്ചു വെക്കണേണ്. ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായി നോക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അത് നല്ലൊരു പെരണ്ട പരുവമായിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയുമാണിത്. ഇത് ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും, ചപ്പാത്തി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടെ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.